ശ്രീ സൈനുദ്ദീൻ, ഈ ഷഹബാസ് പരുക്കേറ്റ് വീട്ടിലെത്തിയതിന് ശേഷമുണ്ടായ ഒരു സാഹചര്യം എന്തായിരുന്നു? ഇങ്ങനെയൊരു ക്ലാഷ് ഉണ്ടായതായി അല്ലെങ്കിൽ സഹപാഠികളുമായി ഏതെങ്കിലും തരത്തിലുള്ള തർക്കമുണ്ടായതായി കുടുംബത്തിന് എന്തെങ്കിലും ഒരു സൂചനയോ അറിവോ എന്തെങ്കിലും ലഭിച്ചിരുന്നോ? പക്ഷേ ഈ പരിക്ക് പറ്റി വീട്ടിലെത്തിയെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അത് കുടുംബങ്ങളൊന്നും അറിയുന്നില്ല. കുടുംബങ്ങൾ അറിയുന്നത് എപ്പോഴാണെന്ന് വെച്ച് കാണിച്ചാൽ പിന്നെ രാത്രി 7:30 മണിയാകുമ്പം തിരിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് അറിയുന്നത്. കാരണം വൈകുന്നേരം 5:30 മണിക്ക് അവൻ വീട്ടിലൊരു ചായക്കടി വാങ്ങിക്കേണ്ടതാണ് പറഞ്ഞു വെച്ചതാണ്. ആ ചായക്കടി വാങ്ങാൻ വേണ്ടി പോയപ്പോൾ ആ പോയ കുട്ടി പിന്നെ വരുന്നത് 7:30 മണിക്ക് ഗുരുതരാവസ്ഥയിലായ അവസ്ഥയിൽ ഇവരെ വീടിൻ്റെ തൊട്ട് മുമ്പിലുള്ള ഒരു വീടിൻ്റെ ഗേറ്റിങ്ങെ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് പോയതാണ്. ആ ഇറക്കിയിട്ട് പോയി പിന്നെ ഈ കുട്ടീനെ ആ വീട്ടിൻ്റെ ഉടമസ്ഥനാണ് കാണുന്നത് ഗേറ്റിൻ്റെ മുകളിൽ കിടക്കുന്നത്. ആ കുട്ടീനോട് പലതും ചോദിച്ചിട്ട് ആ കുട്ടിക്ക് മുണ്ടാൻ വരെ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയാണ് ഈ കുട്ടീൻ്റെ വീട്ടിലെ ആളുകളായിട്ട് ബന്ധപ്പെട്ടിട്ട് വീട്ടിലേക്ക് എത്തിക്കുന്നത്. വീട്ടിലെത്തിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിലെ കട്ടിൽമേൽ കണ്ട് വന്ന് വീണും കഴിഞ്ഞ് അവിടെ കിടന്നതാണ്. പിന്നെ മിണ്ടുന്നില്ല. അങ്ങനെ ഈ പെരക്കാരൊക്കെ കൂട്ടം നിലവിളിയൊക്കെ ആയി ചോദിച്ച് അവസാനം ഇവൻ വലത്തെ കൈകൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിച്ചു കൊടുത്തു. എനിക്ക് തലൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ ആവുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ പിന്നെ മിണ്ടുന്നില്ല. പിന്നെ ഇവൻ എന്താ ചെയ്തതെന്ന് വെച്ചിക്കാച്ചാൽ 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വായിൽ നിന്ന് ഈ ഒരു പദം ഇങ്ങനെ വന്നു. വായിൽ നിന്ന് ഈ പദം വന്നു കഴിഞ്ഞിങ്ങനെ പദം ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ തള്ളി വന്നപ്പം ആകെ വെപ്രാളപ്പെട്ടു. ഇതെന്താണ് സംഭവം എന്നറിയണം. അപ്പോൾ എന്താണ് മനസ്സിലാവാത്തത് കൊണ്ട് ആകെ വെപ്രാളപ്പെട്ട് ആണുങ്ങളൊക്കെ വിളിച്ച് പോലുമൊക്കെ വന്ന് അപ്പോഴേക്ക് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഛർദ്ദിക്കുകയും ചെയ്തു. 2 പ്രാവശ്യം ഛർദ്ദിച്ചപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇവൻ്റെ തലക്കെന്തോ പറ്റിയിട്ടുണ്ടാണ്. ആ തലക്ക് പറ്റിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കുട്ടീൻ്റെ രക്ഷിതാവും വേറെ 2-3 ആൾക്കാരും കൂടി കാർ എടുത്തുകൊണ്ട് വന്ന് കാറിൽ കയറ്റി താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. താലൂക്ക് ആശുപത്രിയിൽ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് പരിശോധന എടുത്തപ്പോൾ അവിടുന്ന് ഡോക്ടർമാർ പറഞ്ഞു എത്രയും പെട്ടെന്ന് കോളേജിൽ എത്തിക്കണമെന്ന്. കോളേജിൽ 1/2 മണിക്കൂർ കൊണ്ട് കോളേജിൽ എത്തിക്കണം. അതിനുള്ള സംവിധാനം പോലെ അവിടുന്ന് ചെയ്ത് തന്നിരിക്കണം. അപ്പോൾ ഈ 1/2 മണിക്കൂർ കൊണ്ട് കോളേജിൽ എത്തിക്കാമെന്ന് പറഞ്ഞാലും അതിന് സംവിധാനമുള്ള ആംബുലൻസ് വേണം. ICU ഉള്ള ആംബുലൻസ് വേണം. അത് തന്നെയല്ല ഈ ICU ഓക്സിജൻ സംവിധാനങ്ങളുള്ള ആംബുലൻസ് വേണം. അത് നോക്കുമ്പം താമരശ്ശേരി ഗവൺമെൻറ് ആശുപത്രിയിലില്ല. അപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈങ്ങാപ്പുഴയിൽ നിന്ന് വരുത്തിക്കേണ്ട ഒരു താമസം 1/4 മണിക്കൂർ കഴിഞ്ഞൊക്കെ ആംബുലൻസ് വരുമ്പോൾ ആ ആംബുലൻസ് കയറ്റിയിട്ടാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത്യാഹിത വിഭാഗത്തിൽ കയറ്റി അവിടെ നോക്കിയപ്പോൾ തന്നെ അവർ ഇത് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഉള്ളൊരു സൂചനയാണ് തരുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം തന്നെ നമ്മളാകെ വിഷമിച്ചിരിക്കുന്ന ഈ കുട്ടീൻ്റെ ഉപ്പ ഞങ്ങൾ പോയിട്ടുള്ള ഞാൻ അമ്മാവനാണ്. ഈ കുട്ടീൻ്റെ ഉപ്പ പോയിട്ടുണ്ട് കൂടെ. അപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഇവർ പെട്ടെന്ന് ICUലേക്ക് മാറ്റിയും കഴിഞ്ഞ് ഇവർ വേഗം എന്താണെന്ന് വെച്ച് ചെയ്ത് ഇവിടെ പൾസ് നോക്കിയപ്പോൾ കഴുത്തിൻ്റെ അവിടം വരെ എനിക്ക് ചെറിയ മകന് പൾസ് വരുന്നുണ്ട്. കഴുത്തിൻ്റെ മേപ്പോട്ട് തീരെ പൾസ് പോണില്ല. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ 5 ജാതിയുള്ള പരിക്ക് ഇവൻ്റെ തലക്ക് ഇവർ ഇടിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വലത്തെ ചെവിൻ്റെ ഈ കുറ്റിൻ്റെ ഭാഗം എല്ല് വരെ പൊട്ടിപ്പോയിട്ടുണ്ട്. ഈ എല്ല് പൊട്ടിയത് അടീൻ്റെ ശക്തി കൊണ്ടാണ് ഈ എല്ല് പൊട്ടിപ്പോയത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തലച്ചോറ് മുഴുവനും വിളകിപ്പോയിക്കുന്നതിനാണ് ഡോക്ടർ ഇവനെ നോക്കുന്ന രാംലാൽ എന്ന് പറഞ്ഞ അടുത്തൊരു പ്രൊഫസറുണ്ട് ICUവിലെ 13ാം ICUവിലെ മെയിൻ ഡോക്ടർ. ആ ഡോക്ടർ പറഞ്ഞത് എന്നുവെച്ചാൽ ഞെട്ടിക്കുന്ന സംഭവം വെച്ചാൽ ഈ പയ്യൻ ആരാണ് ഈ ജാതിയിലുള്ള ക്രൂരത ചെയ്തതെന്നാണ് ഡോക്ടർ ചോദിക്കുന്നത്. അപ്പോൾ അത്രയ്ക്കും ഭയങ്കര ദയനീയമായ ഒരവസ്ഥയിലാണ് ആ പയ്യനെ ഇവരെ ആക്രമിച്ചത്. ആ ആക്രമിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഈ കുണ്ടൻ ഈ കോലത്തിൽ വന്നത്. ആ കുണ്ടൻ മണ്ണിൻ്റെ ചോട്ടിലായി ഇന്നിപ്പം മറവ് ചെയ്തപ്പെട്ടു. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ ആ കുട്ടീനെ മനഃപൂർവ്വം എന്തോ ഇവരെ കൽപ്പിച്ച് കൂട്ടി തന്നെ കുട്ടീനെ വധിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടന്നത്. ആ വധിക്കാനുള്ള ശ്രമം നേരത്തെ ആസൂത്രണം ചെയ്തതാണ്. ചെയ്യേണ്ട മുഴുവനും ചെയ്ത് തിരിച്ചിട്ട് അവനെ വണ്ടിമ കയറ്റി ഈ വീട്ടിൽ കൊണ്ടുവന്ന് ഇറക്കിയിട്ടില്ലേ. ഈ കുട്ടീൻ്റെ വീട്ടിലല്ല, ആ വീടിൻ്റെ മുൻപിലുള്ള വേറൊരു വീട്ടിലെ ഗേറ്റിൻ്റെ ഭാഗത്ത് കൊണ്ടുവന്ന് ഇറക്കിയിട്ട് അവിടെ കിടക്കുന്നത് കണ്ടതാണ് ആ വീട്ടുകാരന്. അന്നപ്പാണ് സംഭവം അതറിയുന്നത്. അപ്പോൾ ഈ കുട്ടീനെ കൊല്ലാൻ തന്നെ വല്ല സൂത്രപ്പണി എന്തോ ചെയ്തതാണ്.
ഇത് മുൻകൂട്ടി ഒരു ഗൂഢാലോചന തന്നെ ഇതിന്റെ വഴിയിൽ നടന്നിട്ടുണ്ട്. തീർച്ചയായും സൈനുദ്ദീൻ, ഒരുപക്ഷെ താങ്കൾ ഈ മരണാനന്തര ചടങ്ങുമൊക്കെയായി ബന്ധപ്പെട്ട തിരക്കിലായിരുന്നിരിക്കാം. അതുകൊണ്ട് തീർച്ചയായും മറ്റു കാര്യങ്ങളോ വാർത്തകളോ ഒക്കെ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ടാകില്ല എന്ന് മനസ്സിലാക്കാം. എങ്കിലും നീതി കിട്ടണം, ആ കുടുംബത്തിന് നീതി കിട്ടണമെങ്കിൽ നിങ്ങൾ അതിന്റെ സത്യാവസ്ഥ വെളിച്ചത്ത് കൊണ്ടുവരണം. അതിന് മുഖ്യ പങ്ക് വഹിക്കുന്നത് നിങ്ങളും പോലീസുമാണ്. അത് നിങ്ങളുടെ രണ്ട് ഭാഗത്തു നിന്നും, പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അനാസ്ഥ തീരെ ഉണ്ടാകാൻ പാടില്ല. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അനാസ്ഥ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ കുട്ടിക്ക്, ഈ കുട്ടീൻ്റെ വീട്ടുകാർക്ക്, ഈ കുട്ടീൻ്റെ ഉമ്മക്കും ആ കുടുംബത്തിന് നീതി കിട്ടൂല. പോലീസിന് അത്രയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കണം. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു കാരണവശാലും പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ കുട്ടിക്ക് നീതി കിട്ടണമെങ്കിൽ പോലീസും നിങ്ങളും വേണ്ടിയ രൂപത്തിൽ പ്രവർത്തിച്ച് ആ കുട്ടീൻ്റെ കുടുംബത്തിന് നീതി വാങ്ങിക്കൊടുക്കണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായും താങ്കൾ സൂചിപ്പിക്കുന്ന